അതായത് കഴിഞ്ഞ സീസണുകളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്. ഫൈനൽ ഫൈവിൽ എത്തുന്നത് ആരാണെങ്കിലും അവരെയൊക്കെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളുകളുടെ ആർമികളൊക്കെ എടുത്ത് എത്രത്തോളം ഡീഗ്രേഡ് ചെയ്യാൻ പറ്റുമോ അതുപോലെ ഡീഗ്രേഡ് ചെയ്യുന്നത്. അതുപോലെ ഇപ്പോൾ അർജുനെതിരെ വളരെയധികം ഹെയ്റ്റ് ക്യാമ്പയിനിങ് ഇപ്പൊ നടക്കുന്നുണ്ട്. പ്രമുഖ ചാനലുകളിലെ ആളുകളൊക്കെ അർജുനെ വസ്തുതാവിരുദ്ധമായ കാര്യങ്ങൾ പോലും പറഞ്ഞുകൊണ്ട് മോശക്കാരനായി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. പ്രധാനമായും ഇവരൊക്കെ അർജുനെതിരെ ആയുധമാക്കുന്നത് ജാൻമണിയെയാണ്. ജാൻമണി എവിക്റ്റായി പുറത്തുപോയതിനു ശേഷം രഞ്ജിനി ഹരിദാസിന് ഒരു ഇന്റർവ്യൂ കൊടുക്കുന്നു. അതിൽ അർജുനെ പറ്റിയിട്ട് 1-2 പ്രസ്താവനകളൊക്കെ പറയുന്നുണ്ട്. അതാണ് ഇപ്പോൾ ചൂടേറിയ ചർച്ചകളായിട്ട് മാറുന്നത്. ആദ്യം തന്നെ ജാൻമണി പറയുന്നുണ്ട്, അർജുൻ തനിക്ക് 1 വർഷമായി മെസ്സേജ് ചെയ്യുന്ന ആളാണ്, അതിന്റെയൊക്കെ തെളിവുകൾ എന്റെ കയ്യിലുണ്ട് എന്നാണ്. എന്നാൽ അതൊരു മോശമായ മെസ്സേജുകളാണ് എന്ന് ജാൻമണി എവിടെയും പറയുന്നില്ല. സത്യം പറഞ്ഞാൽ ഈ കാര്യം ബിഗ് ബോസ് ഹൗസിൽ ഒരിക്കൽ അർജുൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതായത് ജാൻമണിയെ മുന്നേ അറിയാം, നമുക്കറിയാം ജാൻമണി ഒരു സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണ്. അർജുൻ ആണെങ്കിൽ മോഡലിംഗ് രംഗത്ത് തിളങ്ങണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ്. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ചാൻസുകൾ കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടി ജാൻമണിയെ പലതവണ കോണ്ടാക്ട് ചെയ്തിട്ടുള്ളതായിട്ട് അർജുൻ മുന്നേ പറഞ്ഞിട്ടുണ്ട്. അതിനപ്പുറം അവര് തമ്മിൽ ഒരു പ്രണയമായിരുന്നു എന്നുള്ള രീതിയിൽ ഇതിനെ വളച്ചൊടിക്കാൻ ശ്രമിക്കുന്നതായാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. ഇതിനേക്കാട്ടിലും വലിയൊരു ബോംബ് ജാൻമണി ആ ഇന്റർവ്യൂവിൽ തന്നെ പൊട്ടിക്കുന്നുണ്ട്. അതായത് അർജുൻ പറഞ്ഞിട്ടുണ്ട് അർജുനും ജാൻമണിയും റിലേഷൻഷിപ്പിലാണ് എന്നുള്ള രീതിയിലെന്ന്. അങ്ങനെ പറഞ്ഞ് വേറെ ആരൊക്കെയോ അത് ജാൻമണിയോട് ക്ലാരിഫൈ ചെയ്യാനായിട്ട് ചോദിക്കുന്നുണ്ട് എന്ന്. അപ്പോൾ ജാൻമണി പറഞ്ഞു ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു റിലേഷൻഷിപ്പേ ഉണ്ടായിരുന്നില്ല എന്ന്. ടു ബി ഫ്രാങ്ക്, അർജുൻ ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിട്ട് ബിഗ് ബോസിന്റെ ഒരു എപ്പിസോഡിലോ ലൈവിലോ ഇന്നേ വരെ കാണിച്ചിട്ടില്ല. അവിടെ ജാൻമണി ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചുകൊണ്ടിരുന്നത് ജിൻഡോയെ ഒരുമിച്ചാണ്. അതുപോലെ തന്നെ അർജുൻ ഏറ്റവും കൂടുതൽ അറ്റാച്ച്മെന്റ് കാണിച്ചുകൊണ്ടിരുന്നത് ശ്രീതുവും ഒരുമിച്ചാണ്. അതിലപ്പുറം ഇവർ തമ്മിൽ മുന്നേ നല്ലപോലെ മെസ്സേജ് അയക്കുന്ന ആ രീതിയിലുള്ള ബന്ധമൊന്നും അർജുനും ജാൻമണിയും തമ്മിൽ ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ കണ്ടിട്ടേയില്ല. ഇവിടെ ഫൈനലിനോടടുക്കുന്ന അർജുനെ മനഃപൂർവ്വം ഡീഗ്രേഡ് ചെയ്യാനാണോ ജാൻമണി ഇങ്ങനെയൊക്കെ പറഞ്ഞു വരുത്തുന്നത് എന്നുള്ള ഒരു സംശയം എനിക്കുണ്ട്. ശരിക്കും ജാൻമണി എന്തിനാണ് അർജുനെ ഇത്രമാത്രം വെറുക്കുന്നത്? അതിന് എന്റെ അറിവിൽ 3 റീസൺസ് ഉണ്ട്. ഒന്നാമതായിട്ട് ജാൻമണി ഒരിക്കൽ തലകറങ്ങി വീണിരുന്നു. ആ സമയത്ത് എടുത്ത് മെഡിക്കൽ റൂമിലേക്ക് കൊണ്ടുപോയത് അർജുനാണ്. അതിനുശേഷം വന്ന വീക്കെൻഡ് എപ്പിസോഡിൽ അർജുൻ ലാലേട്ടനോട് പറഞ്ഞു അന്ന് ജാൻമണി തലകറങ്ങി വീണത് വെറും ഒരു അഭിനയമാണ് എന്നാണ് അർജുന് തോന്നിയത് എന്ന്. കാരണമായി അർജുൻ പറഞ്ഞത് ജാൻമണിയുടെ കണ്ണുകളൊക്കെ അനങ്ങുന്നുണ്ടായിരുന്നു എന്നാണ്. ഇത് ജാൻമണിയെ വളരെയധികം ശുഭിതയാക്കി. ഇതിനുശേഷം ജാൻമണിയും നോറയും തമ്മിൽ നല്ലൊരു അടി ഉണ്ടാകുന്നുണ്ട്. ആ സമയത്താണ് ജാൻമണി നോറേനെ ശപിക്കുകയൊക്കെ ചെയ്തത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ജാൻമണി പുറത്തു പോയതിനു ശേഷം പറയുന്നത് ഞാൻ നോറേനെയല്ല ശപിച്ചത് അർജുനെയാണ് എന്നാണ്. അതിന് ജാൻമണി പറഞ്ഞ കാരണം അന്ന് രസ്മിൻ അവിടെ മുട്ടയുടെ തൊണ്ടൊക്കെ വലിച്ചെറിയുന്ന ഒരു ഇൻസിഡന്റ് ഉണ്ടായി. അതിനെ കൂട്ടുപിടിച്ചാണ് നോറ അവിടെ തല്ലുണ്ടാക്കിയത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെ മുട്ടയുടെ തൊണ്ടും വേസ്റ്റും ഒക്കെ ആ രസ്മിൻ വലിച്ചെറിയാനായിട്ട് കാരണക്കാരൻ അർജുനാണ്. കാരണം അർജുനാണ് അങ്ങനെ ഒരു ഐഡിയ രസ്മിന് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൊണ്ട് അർജുനെയാണ് ജാൻമണി ശപിച്ചത് എന്നാണ് ജാൻമണി പിന്നീട് പറഞ്ഞത്. ഇനി 3ാമത്തെ ഒരു ഇൻസിഡന്റ്, ജാൻമണിയും ജിൻഡോയും അർജുൻ എല്ലാവരും കൂടി ചപ്പാത്തി കഴിക്കുകയായിരുന്നു. അപ്പോൾ അർജുൻ ജിൻഡോനോട് ചോദിച്ചു ഒരു ചപ്പാത്തി കൂടി തരട്ടെ എന്ന്. അപ്പോൾ ജിൻഡോ പറഞ്ഞു ഞാൻ ഓൾറെഡി 7-8 ചപ്പാത്തി തിന്നിട്ടാണ് ഇരിക്കുന്നത് എന്ന്. അപ്പോൾ അർജുൻ പറഞ്ഞു എന്നാൽ ഒന്നുകൂടി കഴിച്ച് 9 ആക്കിക്കൂടെ എന്ന്. ഇതിനെപ്പറ്റി ജാൻമണി പറഞ്ഞത് ജാൻമണിയുടെ കമ്മ്യൂണിറ്റിയെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് അർജുൻ അങ്ങനെ ഒരു നമ്പർ പറഞ്ഞത് എന്നാണ്. ചുരുക്കി പറഞ്ഞാൽ ജാൻമണിക്ക് അർജുനെ വെറുക്കാൻ ഇത്രയൊക്കെ കാരണങ്ങൾ തന്നെ ധാരാളമല്ലേ.